ചിരിച്ച് കളിച്ച എല്ലാവരോടും ഞാൻ ഇടപഴകുന്നു. എൻ്റെ ദുഃഖം ഞാൻ ആരോടും പറയല്ല. ഇന്നലെ മോൻ പറഞ്ഞേക്ക് അന്നേരം അമ്മ അങ്ങനെ ഒന്നും ചെയ്യരുതേ, എനിക്കൊക്കെ ജീവിക്കേണ്ടതാണ്. അന്നേരം ഞാൻ പറഞ്ഞു മോനെ എന്നോട് ചിന്തിച്ച് പോന്നതാ, നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ ചിന്ത വരിക മുന്നോട്ട് എന്തെന്നുള്ള ഇത്. ഞാൻ പറഞ്ഞു ചോറിൽ നിങ്ങൾക്ക് ചോറ് നിങ്ങൾ തിന്നു. അപ്പം എങ്ങനെ അറിയാനാ, നേരം വെളുക്കുമ്പോൾ നമ്മൾ എണീക്കല. വൃക്ക സംബന്ധമായ അസുഖവും പക്ഷാഘാതവും കാരണം ഭർത്താവ് കിടപ്പിലായിട്ട് 2 വർഷമാകുന്നു. തുച്ഛമായ വരുമാനം കൊണ്ട് മരുന്ന് വാങ്ങണം. കുടുംബത്തിന്റെ ഏക ആശ്രയവും ആശാവർക്കറായ സുനിത തന്നെ. ലഭ്യമാണ് ഗുളിക വാങ്ങണേ തന്നെ 3000 ചില്ലാൻ റുപ്യൻ്റെ ഗുളിക തന്നെതാ. പിന്നെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 2000 ചില്ലാൻ റുപ്യാണ്. പിന്നെ ഇവിടുന്ന് കോളേജിലേക്ക് വണ്ടി വിളിച്ച് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 1500 2000 റുപ്യൻ്റെ അടുത്ത് അത് തന്നെ വരും. അപ്പം എല്ലാം കൂടി കിട്ടുന്ന തുച്ഛമായ ആ പൈസ കൊണ്ട് എനിക്ക് എങ്ങും എത്തിയില്ല. ലോൺ എടുത്താണ് വീട് പണി പൂർത്തിയാക്കിയത്. ലോണിന്റെ ആദ്യ മാസ തിരിച്ചടവ് തുടങ്ങും മുൻപേ ഭർത്താവ് കിടപ്പിലായി. 3 ലക്ഷം ലോൺ എടുത്തിട്ടാണ് പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് വീടിൻ്റെ പണി പൂർത്തിയാക്കി പുരേക്കൂടൽ കഴിച്ച് 16 ദിവസമേ പുരേക്കൂടൽ കഴിഞ്ഞിട്ട് വീട് നല്ലോണം നിന്നിക്കുള്ളൂ. 17-ാമത്തെ ദിവസം വീടിന് സ്ട്രോക്ക് വന്നു. അപ്പോൾ നിലവിൽ വീടിന് പിന്നെ ഇത് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അതിൻ്റെ ഗുളിക കുടിച്ചോണ്ട് നിൽക്കുകയാണ്. അന്നേരമാണ് ഈ സ്ട്രോക്കും കൂടി വന്നത്. സ്വന്തം കുടുംബത്തിന്റെ കഷ്ടതകൾക്കിടയിലും വാർഡിലെ വൃദ്ധരെയും കുട്ടികളെയും സ്ത്രീകളുടെയും കാര്യങ്ങൾ നോക്കണം. വാർഡ് മൊത്തമുള്ള കാര്യമാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ ഇത് പാലിയേറ്റീവ് പേഷ്യൻ്റ് ഉണ്ട്, പിന്നെ ഇത് വൾണറബിൾ, അതായത് പുറത്തിറങ്ങാൻ പറ്റാത്തവര്. അങ്ങനെ ഇപ്പോൾ ആര് വിളിച്ചാലും ഞാൻ ഈ പ്രഷർ നോക്കേണ്ടവർക്ക് പ്രഷർ വാങ്ങി കൊടുക്കും, എന്ത് സഹായം ചെയ്യുന്ന. പിന്നെ മാസാമാസം ഞങ്ങൾ വീട് കയറുന്നില്ലേ, ഗർഭിണികളെയും കുട്ടികളെയും വീട് കയറണം. 10 വർഷത്തിലധികമായി സുനിത ആശാവർക്കറാണ്. കോവിഡ് കാലത്തും സ്വന്തം ആരോഗ്യം പണയം വെച്ച് ബാലുശ്ശേരി കോളിക്കടവ് കേന്ദ്രീകരിച്ച് സജീവമായി പ്രവർത്തിച്ചു. ഇനിയും ഈ തുച്ഛമായ വരുമാനം കൊണ്ട് അതിജീവിക്കാനാകില്ല. വേതന കൂട്ടാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനാകില്ല. കാരണം എൻ്റെ അവസ്ഥ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ എത്ര ആശമാർ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പരിപാലിക്കുന്നവർ തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുകയാണെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. സ്വന്തം കഷ്ടപ്പാടുകൾക്കിടയിലും മറ്റുള്ളവർക്ക് തണലാകുന്ന സുനിതയെ പോലുള്ള ആയിരക്കണക്കിന് ആശാവർക്കർമാരുടെ ആശങ്കകൾ ഇനിയും സർക്കാർ കാണാതെ പോകരുത്. ക്യാമറമാൻ വിനോദ് മൊറാഴയ്ക്കൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.